ഇന്നായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയുടെ സഞ്ചയനം. അതിരാവിലെ തന്നെ പ്രണവും വിസ്മയും എത്തി. പ്രണവിന് ഇന്നും കരച്ചിലടക്കാനാകുന്നില്ല. പ്രണവിൻ്റെ മുഖം കാണുമ്പോൾ ആർക്കും സമാധാനിപ്പിക്കാതിരിക്കാനും സാധിക്കുന്നില്ല. അങ്ങനെയാണ് ആ യുവാവ് വിങ്ങിപ്പൊട്ടുന്നത്. അത്രമാത്രം സങ്കടമാണ് ശരിക്കും പറഞ്ഞാൽ പ്രണവിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇത്രയും അധികം ആ ചെറുപ്പക്കാരന് വീടുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും വീട്ടിലെ എല്ലാവരുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും ആർക്കും അറിയില്ലായിരുന്നു. വീടിനോടൊന്നും യാതൊരു അടുപ്പവുമില്ലാത്ത ഇന്നത്തെ കുട്ടികളെപ്പോലെയാണ് പ്രണവെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അച്ഛനോടോ അമ്മയോടോ ഒന്നും തന്നെ സ്നേഹമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ പ്രണവ് അങ്ങനെയല്ല. അതുപോലെ തന്നെ പ്രണവിനോട് ഇന്ന് അച്ചമ്മയ്ക്ക് ഇവിടെ പൂക്കൾ അർപ്പിക്കണമെന്ന് മോഹൻലാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നൊരു കാര്യമായി മാറുന്നു. അച്ചമ്മയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ പ്രണവ് ഇതിനെല്ലാത്തിനും കൂടെ നിൽക്കുകയാണ്. സാധാരണ ഇത്തരം ചടങ്ങുകൾക്കൊന്നും തന്നെ നമുക്ക് പ്രണവിനെ കാണാൻ സാധിക്കില്ല. വിവാഹങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകൾക്കോ ഒന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രണവ് എത്താറില്ലായിരുന്നു. എന്നാൽ അച്ചമ്മയെ വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്ത്യോപചാര കർമ്മങ്ങൾക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് കാണുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും കരുതിയിരുന്നത് കഴിഞ്ഞ ദിവസം പ്രണവും വിസ്മയും തിരികെ കൊച്ചിയിലേക്കും അവരുടെ കാര്യങ്ങൾ നോക്കി പോയി എന്നാണ്. എന്നാൽ ചടങ്ങിനെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പുലർച്ചെ ചടങ്ങുകൾ തുടങ്ങിയപ്പോൾ ഇരുവരും അവിടെ തന്നെയുണ്ട്. അത്ര കൃത്യമായി തന്നെയാണ് മോഹൻലാൽ മക്കളെ വളർത്തിയിട്ടുള്ളത്. മക്കളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും അയാളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നതെന്ന് വെച്ച് വിചാരിക്കുകയാണ് മോഹൻലാൽ എന്നൊക്കെ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. മറിച്ച് മോഹൻലാലിൻ്റെ ജീവിതം തന്നെ കൃത്യമായി അദ്ദേഹം നോക്കിയാണ് ജീവിക്കുന്നത്. അപ്പുവിനെ അങ്ങനെ കെട്ടിയിട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഇന്ന് അയാൾ ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞവരാണ് എല്ലാവരും. മോഹൻലാൽ അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ മാറ്റി ചിന്തിക്കണമെന്ന മാതാപിതാക്കൾക്ക് ചിന്ത വന്നിരുന്നുവെന്ന് പോലും നമുക്ക് പറയാം. അങ്ങനെയാണ് മോഹൻലാൽ എല്ലാവരെക്കുറിച്ച് പറഞ്ഞത്. പ്രണവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യാതൊന്നും പുകഴ്ത്താതെ എന്നാൽ കാര്യങ്ങൾ ഉള്ളതുപോലെ സംസാരിക്കുകയാണ് എന്ന് തന്നെ പറയണം. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ താമസിക്കുമ്പോൾ സാധാരണ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നൊരു വ്യക്തിയാണ് അപ്പു എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും അടുത്ത് അദ്ദേഹത്തിനെ ആദ്യമായിട്ടാണ് പ്രേക്ഷകർ വികാരഭരിതനായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ അപ്പു എന്ന വ്യക്തിയുടെ കംപ്ലീറ്റ് ഇമേജാണ് പ്രേക്ഷകരുടെ മുന്നിൽ മാറി മറിഞ്ഞത്. വീട്ടുകാരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ കറങ്ങി നടക്കുന്ന കുട്ടികളെ പോലെയാണ് പ്രണവിനെ ആദ്യം തോന്നിയതെങ്കിലും അതൊക്കെല്ലാം ഇപ്പോൾ മാറി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.